എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് കറക്റ്റ് സ്ഥലത്താണ് വന്നിരിക്കുന്നത്, മഹാറാണി ടീ ആൻഡ് ടിഫിൻ. ഇതിനെക്കുറിച്ച് ഓൾറെഡി കേട്ടിട്ടുണ്ട്. കൊൽക്കത്തയിൽ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്, പഴയ വർഷങ്ങളായിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള. ഓരോരുത്തരും ഓരോ സ്പെഷ്യാലിറ്റീസാണ്. ചിലടത്ത് മട്ടൻ ആയിരിക്കും, ചിലടത്ത് ഇവിടെ എനിക്ക് തോന്നുന്നു ജിലേബിയൊക്കെയാണ്. എന്തായാലും ചോദിച്ചു നോക്കാം, വരും. बोलिए यहाँ का स्पेशलिटीज़ क्या है? हिंग कचौड़ी। ठीक है, ये पूरी जैसा है? हाँ, इसमें उड़द दाल भी रहता है इसमें। ठीक है, और उसके बाद हो गया आपका जिलेबी है, फेमस है ജിലേബി. जिलेबी। അപ്പോൾ ഇവിടെ കച്ചോറി എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതായത് പൂരിയാണ് ബേസിക്കലി. അതിനകത്ത് വേറെ എന്തൊക്കെയോ ആഡ് ചെയ്തിട്ട്, അപ്പോൾ അതൊരെണ്ണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ജിലേബി ഇവിടുത്തെ ഫേമസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ജിലേബി ട്രൈ ചെയ്ത് നോക്കാം. ठीक है, ये आलू है और ये क्या है? ये हरी मिर्ची है। हाँ? हरी मिर्च। ഓ ഹരി മിർച്ച്. അപ്പോൾ ഇത് പൂരി, ഉരുളക്കിഴങ്ങ്, മിർച്ച്, മുളക്, പച്ചമുളക്. और वो क्या है? वो लाल वाला मीठी चटनी है। മിഠി ചട്നി, മധുരമുള്ള ചട്നി. എല്ലാം കൂടെ കേട്ടിട്ട് നല്ലൊരു കോമ്പിനേഷനാണെന്ന് തോന്നുന്നു. എരി ഉണ്ടാവും തോന്നുന്നു, പക്ഷേ നല്ല രുചിയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മുളക് എന്ന് പറയുന്നത് പച്ചമുളക് ഉണ്ടെന്ന്, അതൊരു സ്പെഷ്യാലിറ്റിയാണ്, അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പിന്നെ മറ്റേ എന്താണ് മിഠി ചട്നി, ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇതും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇല വെച്ചിട്ടാണ് ഈ പാത്രം ഉണ്ടാക്കുന്നത്, ഇല കൊണ്ടുള്ള പാത്രം. നല്ല ചൂട് ജിലേബി ഇവിടെ തന്നെ നമുക്ക് കാണാം, ഇവിടെ ഉണ്ടാക്കുകയാണ് അവർ. നല്ല ക്രിസ്പി, സ്വീറ്റ്, വെരി ടേസ്റ്റി. ചുമ്മാ അതല്ല, ഇവിടെ കൊൽക്കത്തയിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ സ്വീറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം അത്രയ്ക്ക് രുചിയാണ്, ഓരോന്നിനും ഭയങ്കര രുചി. നമ്മളവിടെ ജിലേബിയെക്കാട്ടിലും വളരെ ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്.